എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ ഞാനൊരു 10 മിനിറ്റ് നടക്കലുണ്ട്. എന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴത്തേക്കും അധികം വെളിച്ചം വന്നിട്ടില്ല. എൻ്റെ ചെടികളൊന്നും അത്ര ക്ലിയറായിട്ട് കാണുന്നില്ല. കണ്ടാ? എന്നാലും ഞാനൊന്ന് ഓടിച്ച് വീഡിയോ പിടിച്ചു. ഞാൻ സ്വന്തമായിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് നടക്കുന്നതെല്ലാം സെൽഫി ക്യാമറയാണ് പിടിച്ചിട്ടുള്ളത്. 10 മിനിറ്റ് രാവിലെ എണീച്ച് നടന്ന ഒരു നല്ലൊരു ഉന്മേഷമാണ്. എന്താ ഏട്ടൻ എണീച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ തന്നെ സെൽഫി ക്യാമറയിൽ വീഡിയോ പിടിച്ചതാണ്. നടന്നു കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ കയറിയപ്പോൾ ഇന്ന് എന്താപ്പോൾ ദോശക്ക് കൂട്ടാനുണ്ടാക്കേണ്ടതെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ കപ്പ കൊണ്ടുവച്ചത് കണ്ടത്. കപ്പ എടുത്ത് പെട്ടെന്ന് തൊലി കളഞ്ഞ് മുറിച്ച് കുക്കറിൽ വെച്ചു. ഒരു കപ്പ ഭാജി ആക്കാമെന്ന് വിചാരിച്ചു. കപ്പ ഭാജി നല്ല ടേസ്റ്റാണ്. ദോശയും കപ്പ ഭാജിയും നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കപ്പ വെന്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അടുപ്പിൽ തീ പറ്റിച്ചു. വിറക് ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കുടിവെള്ളം ചോറും അടുപ്പിലാണ് വെക്കുന്നത്. കുടിവെള്ളം വെച്ചു. കുടിവെള്ളം വെച്ച് അതിൻ്റെ ഇടയിൽ ഏട്ടൻ ചിപ്പിക്കൂട്ടൊരു പാൽ കൊടുത്തു. ഒരു ദിവസം ഒരു 1/2 ഗ്ലാസ് പാൽ കൊടുക്കും. രാവിലെ പാല് കിട്ടുന്നവരെ ഇങ്ങനെ വട്ടം തിരിഞ്ഞുകൊണ്ടും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. പാല് കിട്ടിയവന് ഭയങ്കര സമാധാനമായി. ഭയങ്കര കുരുത്തക്കേടാണ്, ഒന്നും പറഞ്ഞാൽ അനുസരണയില്ല. ഇരിക്കുന്ന പറഞ്ഞാൽ ഇരിക്കും, അത് മാത്രമേ ഇല്ലൂ, വേറെ ഒന്നും അനുസരിക്കില്ല. പിന്നെ ഞാൻ ദോശ മാവെല്ലാം ഒന്ന് ഇളക്കി ദോശയെല്ലാം ഉണ്ടാക്കി. കപ്പക്കറിയെല്ലാം റെഡിയായി. പാല് ചൂടാക്കി വെച്ചു. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാനും ഏട്ടനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. അടിപൊളി കറിയാണ്, നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഏട്ടന് തോട്ടത്തിലേക്ക് പോകണം. ഏട്ടൻ തോട്ടത്തിൽ വെള്ളം ഒഴിക്കാൻ പോകും. രാവിലെ ഏട്ടൻ തോട്ടത്തിലേക്ക് പോയി. ഏട്ടൻ പോകുന്ന കണ്ടിട്ട് ഷിപ്പിക്കൂട്ടൻ ഭയങ്കര കരച്ചിൽ. നമുക്ക് എവിടെയും പോയിക്കൂടാ. അന്നേരം അവന് ഭയങ്കര ടെൻഷനാണ്, അവനെ കൂട്ടാണ്ട് പോകുന്നതെന്ന് വിചാരിച്ചിട്ട്. കുറച്ച് സമയം കരയും, പിന്നെ സൈലൻ്റ് ആവും. ഏട്ടൻ പോയതിന് ശേഷം ഞാൻ എൻ്റെ പണികളെല്ലാം വീണ്ടും തുടങ്ങി. ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് കൊടുക്കാനുണ്ട്. കുറേ ചെടിയുണ്ട്. 1 മണിക്കൂറെങ്കിലും വേണം വെള്ളം ഒഴിക്കാൻ. അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ കുടിവെള്ളമെല്ലാം അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ട് അരിക്ക് വെള്ളം വെച്ച് അരി അടുപ്പത്തിട്ടു. വൈകുന്നേരം വെള്ളം ഒഴിച്ച് കൊടുക്കലുണ്ട്, എന്നാലും രാവിലെയും കുറച്ച് ഒഴിച്ച് കൊടുക്കും. അല്ലെങ്കിൽ ഉച്ചക്ക് നല്ല ഒരു വാട്ടമായിരിക്കും ചെടിക്ക്. വെള്ളമെല്ലാം ഒഴിച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ അകത്ത് പോയിട്ട് അടിച്ചു വാരലും തുണി അലക്കാനിടും, പിന്നെ കൂട്ടാനെല്ലാം ഉണ്ടാക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. എൻ്റെ അരിയെല്ലാം അടുപ്പത്തുനിന്ന് നല്ലപോലെ തിളക്കുന്നുണ്ട്. ഇനി കൂട്ടാൻ്റെ പണി നോക്കണം. അപ്പോൾ ഓക്കേ.